വളരെ സങ്കടകരമായ ഒരു വാർത്തയിലൂടെയാണ് ഇന്നത്തെ ഒട്ടുമിക്ക പത്രങ്ങളും അവരുടെ ആദ്യ പേജുകൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് വാർത്തകളും വിശേഷങ്ങളുമൊക്കെ നോക്കാം. ആദ്യം മാധ്യമമാണ്. മാധ്യമത്തിൽ അപകടത്തിൽ മരണപ്പെട്ടു പോയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ച ചിത്രത്തോടു കൂടിയുള്ളൊരു വാർത്തയാണിത് മാധ്യമം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. കണ്ണീർ കായൽ എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. വാഹനാപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് യാത്രാമൊഴി നൽകി ക്യാമ്പസ്. അപകട കാരണം പ്രതികൂല കാലാവസ്ഥയും ഡ്രൈവിംഗ് പരിചയക്കുറവുമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതായത് ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 5 MBBS വിദ്യാർത്ഥികൾക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി. മൃതദേഹങ്ങൾക്ക് മുന്നിൽ സഹപാഠികളും അധ്യാപകരും ഒന്നടങ്കം വിങ്ങിപ്പൊട്ടി. ബന്ധുക്കളുടെ അലമുറയിൽ ക്യാമ്പസ് വിറങ്ങലിച്ചു. അന്ത്യോപചാരം അർപ്പിക്കാൻ വൻ ജനാവലിയും എത്തിയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. അപ്പോഴേക്കും മെഡിക്കൽ കോളേജും പരിസരവും ജനനിബിഡമായിരുന്നു. ഇനി ആ അപകട കാരണം എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യവും ഡ്രൈവിംഗ് പരിചയക്കുറവുമാണെന്ന് പറയുന്നു. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിക്കാനിടയായ അപകടത്തിന് കാരണമായത് പ്രതികൂല കാലാവസ്ഥയും ഡ്രൈവിംഗ് പരിചയക്കുറവുമാണ് എന്ന് ഗതാഗത വകുപ്പ്. ടവേര കാറിൻ്റെ കാലപ്പഴക്കവും പരിധിയിലേറെ പേർ കയറിയതും അപകടത്തിൻ്റെ തീവ്രത കൂട്ടി. സ്വകാര്യ വ്യക്തിയുടെ കാറാണ് കുട്ടികൾ ഉപയോഗിച്ചത്. ഇത് വാടകയ്ക്ക് എടുത്തതാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെയല്ലെന്ന് ഉടമ പോലീസിനോട് പറഞ്ഞു. എന്തായാലും അത് കൂടുതൽ അന്വേഷണം അതിൻ്റെ പുറത്ത് എന്തായാലും ഉണ്ടാകും. എന്തായാലും വലിയ ഒരു തീരാനഷ്ടം തന്നെയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെ 5 സഹോദരങ്ങൾ ഈ ലോകം വിട്ട് പിരിയുന്നു എന്നുള്ള വളരെ സങ്കടകരമായ വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ആദ്യ പേജുകൾ ആരംഭിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാധ്യമം നൽകിയിട്ടുള്ളത് സഭാ തർക്കത്തിൽ സുപ്രീം കോടതി 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണം എന്നുള്ളതാണ് തലക്കെട്ട്. പള്ളികൾ കൈമാറിയെന്ന സത്യവാങ്മൂലം യാക്കോബായ സഭ 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കണം. അതായത് എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6 പള്ളികളുടെ ഭരണം 2017 വിധി പ്രകാരം യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണമെന്ന് സുപ്രീം കോടതി. പള്ളികളുടെ ഭരണം കൈമാറിയെന്ന സത്യവാങ്മൂലം 2 ആഴ്ചയ്ക്കകം യാക്കോബായ സഭ സമർപ്പിക്കണം. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ഉജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് യാക്കോബായ സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ നൽകിയിട്ടുള്ളത് ക്രൂരത കുരുന്നിനോട് 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച 3 ആയമാർ അറസ്റ്റിൽ. എന്ത് ദയനീയമായ വാർത്തയാണ് എന്നുള്ളതാണ് അതിൽ. അതായത് വളരെ സങ്കടകരമായൊരു വാർത്ത, വളരെ ക്രൂരമാർന്നൊരു വാർത്ത. അതായത് ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്തെ കേന്ദ്രത്തിൽ 2.5 വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ 3 ആയമാരെ അറസ്റ്റ് ചെയ്തു. കരിമഠം സ്വദേശി അജിത, ശ്രീകാര്യം സ്വദേശി മഹേശ്വരി, കല്ലമ്പലം സ്വദേശി സിന്ധു എന്നിവരെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. മൂവർക്കുമെതിരായ പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ ഉൾപ്പെടെ 7 ജീവനക്കാരെ ശിശുക്ഷേമ സമിതി പിരിച്ചുവിട്ടു. അവരെ 3 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ചിത്രമൊക്കെ അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്ര ക്രൂരമായ ഒരു പ്രവൃത്തി, വളരെ ഒരു പിഞ്ച് കുഞ്ഞ്, ഒരു തെറ്റോ ശരിയോ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനോട് ഇത്ര ക്രൂരമായ രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് വളരെയധികം അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ കേരളത്തിൽ അതൊരു ഒരാളെ ക്രൂരമായി ഉപദ്രവിക്കുക എന്ന വിഷയത്തിൽ പ്രായമോ അല്ലെങ്കിൽ അയാളുടെ തൊഴിലോ അതല്ലെങ്കിൽ അയാളുടെ ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു പ്രവണതയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇനി ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയങ്ങൾ മന്ത്രി എന്നുള്ള തലക്കെട്ടോടുകൂടി ഒരു സ്പെഷ്യൽ സ്റ്റോറി മാധ്യമം നൽകുന്നുണ്ട്. അതായത് സംസ്ഥാനത്ത് ഇനി ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയങ്ങൾ മാത്രമേ നിർമ്മിക്കൂവെന്ന് കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ. ഭിന്നശേഷിക്കാർക്ക് പരസഹായമില്ലാതെ തന്നെ ഗാലറിയിലെത്താൻ വീൽചെയർ റാമ്പുകളും ലിഫ്റ്റുകളും മറ്റ് ആധുനിക സംവിധാനങ്ങളും എല്ലാം സ്റ്റേഡിയങ്ങളിൽ ഉറപ്പുവരുത്തും. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ ആരവങ്ങളിലേക്ക് ഉരുളട്ടെ ചക്രക്കസേരകൾ എന്ന തലക്കെട്ടിൽ മാധ്യമം കായിക പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി എന്നുള്ളതാണ് മാധ്യമം നൽകുന്ന സ്പെഷ്യൽ സ്റ്റോറി. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മൃതശരീരത്തിൻ്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അവർ മടങ്ങി, കണ്ണീരായി, പരിക്കേറ്റ് 3 പേരുടെ നില ഗുരുതരം. ഇങ്ങനെയാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞിനോട് ക്രൂരത കാട്ടിയ ആ 3 ആയമാരുടെ വാർത്തയും കേരള കൗമുദി നൽകുന്നു. ശിശുക്ഷേമ സമിതിയിൽ പെൺകുഞ്ഞിനോട് ക്രൂരത, 3 ആയമാർ അറസ്റ്റിൽ. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന
അജിതയും സിന്ധുവിനെയും മഹേശ്വരിയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ പോകുന്ന ചിത്രങ്ങൾക്ക് അതിനോടൊപ്പം നൽകുന്നുണ്ട്. കുളിപ്പിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞു എന്നുള്ള ഒരു സ്പെഷ്യൽ ലീഡ് കൂടെ അവർ ഈ വാർത്തയോടൊപ്പം ചേർക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം കൃഷി ജീവനക്കാരി കുളിപ്പിച്ചപ്പോൾ കുഞ്ഞ് നിലവിളിച്ചു. അവരാണ് മുറിവുകൾ കണ്ടത്. ശനിയാഴ്ച ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഉപദ്രവം ബോധ്യമായത്. തൈക്കാട്ടുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഖം കൊണ്ടുള്ള മുറിവാണെന്നും മനഃപൂർവ്വമുള്ള ഉപദ്രവമാണെന്നും സ്ഥിരീകരിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. ആയമാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കും. മറ്റു കുട്ടികളെ ഉപദ്രവിച്ചോ എന്ന് പരിശോധിക്കും. ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കും എന്ന് GL അരുൺഗോപി എന്ന ജനറൽ സെക്രട്ടറി, ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. കേരള കൗമുദി. കാർ ഓടിക്കുകയായിരുന്ന ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്നു. ഇത് കൊല്ലത്താണ് വിഷയം നടക്കുന്നത്. ഭാര്യ ഓടിച്ചിരുന്ന കാറിനെ ഒമ്നി വാനിൽ പിന്തുടർന്നെത്തി ഇടിച്ച് തടഞ്ഞ ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തി. കൊട്ടിയം തഴുതലത്തുണ്ടിൽ മേലേതിൽ വീട്ടിൽ അനിലയാണ് കൊല്ലപ്പെട്ടത്. കാറിലൊപ്പമുണ്ടായിരുന്ന യുവാവിന് പൊള്ളലേറ്റെങ്കിലും ഇറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു. കൊലപാതക ശേഷം ഭർത്താവ് പത്മരാജൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സാമ്പത്തികവും കുടുംബപരവുമായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ രാത്രി 9-ന് കൊല്ലം ചെമ്മാമുക്കിലാണ് സംഭവം. സുഹൃത്തായ ഹനീഷിനൊപ്പം ആശ്രാമത്തെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം 1 മാസം മുൻപ് അനില ബേക്കറി ആരംഭിച്ചിരുന്നു. ഒരാഴ്ചയായി അനിലുമായി പത്മരാജൻ പിണക്കത്തിലായിരുന്നു. ബേക്കറി ആരംഭിക്കുന്നതിന് പത്മരാജനിൽ നിന്ന് ഇരുവരും 1.5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് ദിവസം മുൻപ് ഹനീഷും പത്മരാജനുമായി തർക്കമുണ്ടായിരുന്നു. അനിലയും ഹനീഷും കാറിൽ സഞ്ചരിക്കുമ്പോൾ കൊലപ്പെടുത്തുകയായിരുന്നു പത്മരാജൻ്റെ ലക്ഷ്യം. ഇതിനായി ഇയാൾ പെട്രോൾ കരുതിയിരുന്നു. ഇന്നലെ അനില കടപൂട്ടി ഇറങ്ങുന്നതുവരെ കടപ്പാക്കടയിൽ പത്മരാജൻ ഒമ്നിയിൽ കാത്തുനിന്നു. എന്നാൽ അനിലയുടെ കൂടെ ഹനീഷിന് പകരം കടയിലെ ജീവനക്കാരനായ കൊട്ടിയം പുല്ലിച്ചിറ സ്വദേശിയായിരുന്നു ഉണ്ടായിരുന്നത്. അനിലയുടെ കാർ കടപ്പാക്കട എത്തിയത് മുതൽ ഒമ്നിയിൽ പിന്തുടർന്നു. ചെമ്മാമുക്ക് എത്തിയപ്പോൾ ഒമ്നി വാൻ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർത്ത് ഇടിച്ചു നിർത്തി. ഒമ്നിയിൽ നിന്നിറങ്ങിയ പത്മരാജൻ കൈകൊണ്ട് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഗ്ലാസ് തകർത്ത ശേഷം പെട്രോൾ ഉള്ളിലേക്കൊഴിച്ച് കത്തിക്കുകയായിരുന്നു. അനില സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിൽ 4 നോമിനികളാവാം എന്നുള്ള തലക്കെട്ടോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിൽ 4 നോമിനികളെ അനുവദിക്കുന്ന ബാങ്കിംഗ് നിയമം ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി. സെബി അടക്കം ഏജൻസികളുടെ ദുരുപയോഗം ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ വാദങ്ങളും RSP MP NK പ്രേമചന്ദ്രനും തൃണമൂൽ MP സൗഗത് റായിയും നൽകിയ ഭേദഗതികളും തള്ളി ശബ്ദ വോട്ടോടെയാണ് ബില്ല് പാസാക്കിയത്. 6 പള്ളികൾ ഓർത്തഡോക്സിന് കൈമാറണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്ത കേരളം നൽകുന്നു. ആഹാര പാക്കറ്റിൽ തീയതി രേഖപ്പെടുത്തണം എന്നുള്ള പ്രത്യേക മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ CPM പുറത്താക്കിയ മധു മുല്ലശ്ശേരി BJPയിലേക്ക്. ഇനി താമരശ്ശേരിയിലെ മധു നുകരാം എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. അടുത്തത് മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മൃതദേഹം പ്രദർശനത്തിന് വാർത്ത തന്നെയാണ്. അവർ മടങ്ങി, സ്വപ്നങ്ങൾ ബാക്കി എന്നുള്ളതാണ് തലക്കെട്ട്. 3 ആയമാരെ അറസ്റ്റ് ചെയ്ത വിഷയം മലയാള മനോരമ നൽകുന്നു. 3 ആയമാർ അറസ്റ്റിൽ, ശിശുക്ഷേമ സമിതിയിൽ കുട്ടിക്ക് ക്രൂരപീഡനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് ബാങ്ക് നിക്ഷേപം സർക്കാർ വകുപ്പുകൾ ട്രഷറിയിലേക്ക് മാറ്റണം. തരൂ 3000 കോടി. ഉടൻ നടപടിക്ക് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. അതായത് വിവിധ സർക്കാർ വകുപ്പുകളും അവയ്ക്ക് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും 3000 കോടി രൂപ സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ധനവകുപ്പിന്റെ കണ്ടെത്തൽ.